ഹേ ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമുക്ക് മാമയാണ് കുക്ക് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. അശ്മിയൊക്കെ ഇവിടെ ഉറങ്ങിയിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞു അന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതല്ല, പിന്നെ ഒരു കുക്കിംഗ് വ്ളോഗ് പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തതാണ്. മിന്നു ആത്തിഫൊക്കെ ഇവിടെ പഠിക്കാനൊക്കെ ഇരുന്ന് അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് പഠിക്കാനും നോട്ട്സ് എഴുതാനൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരേ വെറുപ്പിച്ചതാണ്. ഞാൻ ഇതുവരെ ഇട്ട വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, അതോടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കിച്ചൺ സീൻസിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ ഏകദേശം എല്ലാം റെഡി ആയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് നെയ്ച്ചോറും പരിപ്പറിയും അതേപോലെ തന്നെ ചിക്കൻ കറി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കയ്യിലവിടെ വെറുതെ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ അടുത്ത് ഇളക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഇടയിലേക്ക് വിശന്നപ്പോൾ പഴംപൊരി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോൻ്റെ ഒക്കെ ഷോർട്ട് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കാരണം അത് ഞാൻ എന്തായാലും മുന്നേ അപ്ലോഡ് ചെയ്തിട്ടാണ് ലോങ് വീഡിയോ അപ്ലോഡ് ആക്കുള്ളൂ. അങ്ങനെ പിന്നെ കിച്ചൺ സീൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് പഠിക്കാനും നോട്ട് എഴുതാനൊക്കെ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ കസിൻസ് എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ പഠിക്കാതിരിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഉദ്ദേശിച്ചത് എന്താ വെച്ചെങ്കിൽ നമ്മളെല്ലാവരും കൂടാണ് പഠിക്കാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പഠിക്കുന്നത് ഒഴികെ ബാക്കി എല്ലാ ചർച്ചാ വിഷയങ്ങളും അവിടെ നടക്കും. തന്നെ കണ്ടില്ലേ ആശറിൻ്റെ അവിടെ നിന്ന് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലൈറ്റുമ്പോൾ കളിച്ചിട്ട്. കമ്മിങ് ടു ദ പോയിന്റ്, ഫുഡ് ആവുന്നവരെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഭവമായിട്ടുണ്ടാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇരിക്കാറില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റാവും. ആ പഠിക്കുന്ന ട്രാക്കിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാട്ടോ. അങ്ങനെ എൻ്റെ പഠിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ ഓരോ സംഭവങ്ങളാണ് സെറ്റായി കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പരിപ്പ് കറി സെറ്റായിട്ടുണ്ടായിരുന്നു. മാമാൻ്റെ വൺ ഓഫ് ദ സ്പെഷ്യൽ ആയിരുന്നു ഈ പരിപ്പ് കറി. കാരണം നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെ പരിപ്പ് കറി ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. അതിനവിടെ സാലഡും ചിക്കൻ കറിയും എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. കാണുന്നുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ വിശപ്പിലായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ആ പരിപ്പ് കറി നെയ്ച്ചോറും ചിക്കൻ കറി എല്ലാം കൂടെ ഉള്ള കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ നമ്മൾ ഫുട്ബോളൊക്കെ കണ്ട് എങ്ങനെ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രസീലിൻ്റെ കളി ആയതുകൊണ്ട് മാത്രമാണ് ഇരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വേഗം കിടക്കുന്നതാണ്. ബട്ട് സംഹൗ ഐ മാനേജ്ഡ് മൈ സ്ലീപ്പ് ആൻഡ് വാച്ച്ഡ് ദ ഹോൾ ഗെയിം. അത്യാവശ്യം രണ്ട് ടീമും അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കതിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് പറയാനുള്ള അറിവില്ലാത്തത് കൊണ്ട് ലെറ്റ് സ്റ്റോപ്പ് ഹിയർ. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മൊത്തത്തിലുള്ള വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം പെട്ടെന്ന് ഇങ്ങനെ ലോങ് വീഡിയോ ആക്കാന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണോ ഉണ്ടായിരുന്നത് അതൊക്കെ കൂടെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണോ, ഐ മീൻ ഇങ്ങനെ ലാഗ് ആക്കാണ്ടുള്ള ഇങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള വീഡിയോസും ഇഷ്ടമാണോ എന്നുള്ളത് ലെറ്റ് മീ നോ. അപ്പോൾ ഇനി എന്തായാലും ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾസോ ഇഫ് യു ഹാവ് എനി കണ്ടന്റ് സജഷൻസ് പ്ലീസ് ഡു കമൻറ്റ്. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.